കഴിയാതില്ല ചൊല്ലുവാൻ. യേശുവേ നിൻ കരുണയോർത്താൽ ഈ പാപിയാമെന്നെ നേടിടുവാൻ തിരുരക്തം ചിന്തി ക്രൂശിൽ. ഈ പാപിയാമെന്നെ നേടിടുവാൻ തിരുരക്തം ചിന്തി ക്രൂശിൽ. ഇത്രമേൽ എന്നെ ആഴമായി സ്നേഹിച്ചിടാൻ എന്നിലെന്തു കണ്ടു നാഥ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്നിലെന്തു കണ്ടു നാഥ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് ഇങ്ങനെയുണ്ട്: മിന്നുന്നതെല്ലാം പൊന്നല്ല. സ്വർണം പോലെ എന്തു തന്നെ മിന്നിത്തിളങ്ങിയാലും അത് സ്വർണമായി തീരുകയില്ല എന്നുള്ളതാണ് അതിന്റെ ആശയം. ഈ അടുത്തിടയ്ക്ക് രണ്ട് പത്രങ്ങൾ തമ്മിൽ ഉള്ളൊരു സംഘടനം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഒരു പത്രക്കാര് പറഞ്ഞതാണ്, ഉപ്പിനോളം വരുവോ ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞാൽ താങ്കളുടെ നിലവാരത്തിനൊത്തവണ്ണം ഉയരാൻ നിങ്ങൾക്കാവില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കിയാൽ ചില ആൾ ദൈവങ്ങളെ കാണുവാനായിട്ട് കഴിയും. ചിലര് ദൈവത്തെ പരിചയപ്പെടുത്തുന്നവരുണ്ട്, ദൈവത്തെ പോലെയാകുവാൻ ശ്രമിക്കുന്നവരുണ്ട്. ചിലര് ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നവരാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മധ്യസ്ഥന്മാരാണ് എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ അവരെ ഉയർത്തുവാനായിട്ട് ശ്രമിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമാണ്, ഒന്നുകിൽ ദൈവത്തെ പോലെ ആകണം, അല്ലെങ്കിൽ ആളുകളെ ദൈവത്തിലെത്താൻ കഴിയുന്ന ഒരു ആളാകണം. അങ്ങനെയൊക്കെ വളരെ നാളുകൾക്ക് മുമ്പേ ഈ ഒരു ആഗ്രഹം മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഈ ദൈവത്തെ പോലെ ആവുക അല്ലെങ്കിൽ ദൈവത്തെ പോലെ ആക്കുക, ഈ രണ്ട് കാര്യങ്ങളും ബൈബിൾ വളരെ പ്രാചീന കാലം മുതൽ തന്നെ അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ പോലെ ആവുക എന്നുള്ള ആശയം ആദ്യം കൊണ്ടുവരുന്നത് പിശാചാണ്. നീ ദൈവത്തെ പോലെ ആകും. ആദിമ മാതാപിതാക്കന്മാരായ ആദമും ഹവ്വയും ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷ ഫലങ്ങളും തിന്നാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷഫലം അത് തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിശാച് വന്ന് ഹവ്വയോട് പറയുന്ന ഒരു പ്രയോഗം ഇതാണ്: അത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹവ്വയുടെ ഉള്ളിലെ ആഗ്രഹം എന്തായിരുന്നു? അത് ആ ഫലം പറിച്ചു തിന്നുമ്പോൾ അവളുടെ ഉള്ളിലെ ആഗ്രഹം ദൈവത്തെ പോലെ ആവുക എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തെ പോലെ ആവുക എന്നുള്ളത് ദൈവവും മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ പഴഞ്ചൊല്ല് പറഞ്ഞ പോലെ ഒരിക്കലും നമുക്ക് ദൈവത്തെ പോലെ ആകുവാനായിട്ട് കഴിയുമോ? കാരണം ദൈവം ഒരാളല്ലേ ഉള്ളൂ. നാം എല്ലാവരും ദൈവത്തെ പോലെ ആയാൽ ദൈവങ്ങളാകും. അപ്പോൾ ദൈവത്തെ പോലെ ആവുക എന്നുള്ളത് ഹവ്വയുടെ ആയിരുന്നു. പിശാച് അതിനെ മുതലെടുത്തു. അതിലെന്താണ്? അതുകൊണ്ടാണ് ഹവ്വ പാപം ചെയ്യുവാനായിട്ട് ഇടയായി, തെറ്റിപ്പോയി. ഇത് മറ്റൊരാശയം ദൈവത്തെ പോലെ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ പോലെ ആകുവാനായിട്ട് ഹവ്വ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തെ പോലെ ആക്കുന്ന ചില കാര്യങ്ങളും ക്രമീകരണങ്ങളും ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. അതിന് ഉദാഹരണമാണ് ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നും യാത്ര ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ ദൈവത്തോട് ഒരു തെറ്റ് ചെയ്യുകയും ദൈവം അവരൊക്കെ ഒരു പാഠം പഠിപ്പിക്കുവാനായിട്ട് സർപ്പങ്ങളെ ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് അയക്കുന്നു. ഈ സർപ്പം ദംശനമേറ്റ് കുറെ പേർ കൊല്ലപ്പെടുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം അവർക്ക് അതിന് പരിഹാരമായിട്ട് മോശയോട് പറഞ്ഞു, നീ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുക എന്ന് പറഞ്ഞു. അതിന്മേൽ നോക്കുന്നവനെല്ലാം രക്ഷപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ പ്രകാരം ചെയ്തു. പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തി. അതിലേക്ക് നോക്കിയവരൊക്കെയും സർപ്പത്തിന്റെ ദംശനമേക്കാതെ ജീവനോടെ ശേഷിച്ചു. എന്നാൽ ഈ ഇസ്രായേൽ മക്കൾ യാത്ര തുടർന്നപ്പോൾ ഇതും എടുത്തുകൊണ്ടാണ് അവർ കനാൻ ദേശത്തേക്ക് പോയത്. നാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഹിസ്കിയാവിന്റെ കാലത്താണ് ഈ പിച്ചള സർപ്പത്തെ ഇല്ലായ്മ ചെയ്യുന്നത്. ഹിസ്കിയാവിന്റെ കാലം എന്ന് പറയുമ്പോൾ
ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് ഏകദേശം 700 വർഷങ്ങൾക്ക് ശേഷവും ഈ ബിംബം പോലെയുള്ള ഈ കാര്യം ഇസ്രയേലിന്റെ മധ്യത്തിലുണ്ട്. അതിന് അവരൊരു പേരുമിട്ടിരുന്നു, നെഹുഷ്ടാൻ. അപ്പോൾ അതിന് ദൈവിക പരിവേഷം കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇതിന് ഞങ്ങളെ സഹായിക്കുവാൻ, രക്ഷിക്കുവാൻ, ആപത്ത് ഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിക്കുവാനായിട്ട് കഴിയും എന്നുള്ള ദൈവികമായ ഒരു പരിവേഷം ഈ പ്രത്യേകമായ ബിംബത്തിന് കൊടുത്തത് കൊണ്ടാണ് 700 വർഷം ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യം അവർ അവിടെ വെച്ചിട്ട് അതിന് ധൂപം കാട്ടിപ്പോന്നു എന്നാണ് ബൈബിൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ദൈവത്തെ പോലെ ആവുക അല്ലെങ്കിൽ ദൈവത്തെ പോലെ ആക്കുക, ഈ രണ്ട് കാര്യങ്ങളും ദൈവം മനുഷ്യനെ കുറിച്ച് മനുഷ്യൻ അങ്ങനെ ചെയ്യരുത് എന്നാഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവത്തെ പോലെ ആകുവാനോ മറ്റുള്ളവരെ ദൈവത്തെ പോലെ ആക്കുവാനോ മനുഷ്യന് കഴിവില്ല. എന്നാൽ വളരെ വിചിത്രമായ ഒരു കാര്യം, സത്യത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്? നാം അവനെ പോലെ ആയി തീരുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ മനുഷ്യൻ ഇന്ന് കുറുക്കുവഴികളാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ പോലെ ആകുവാൻ വേണ്ടി. എന്നാൽ ദൈവം എന്താണ് അതിനുവേണ്ടി ചെയ്തിട്ടുള്ളത്? ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ നാം ഒക്കെയും, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ് എന്താണ്? ദൈവം അങ്ങനെയുള്ളവരെ ദൈവത്തെ പോലെ കർത്താവായ യേശുക്രിസ്തുവിന് തുല്യമായ ആളുകളാക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ ഗണത്തിലുണ്ടോ എന്ന് പറഞ്ഞാൽ, ദൈവത്തെ പോലെ ആവുക എന്നുള്ളത് മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹമാണ് എങ്കിൽ തന്നെയും മനുഷ്യന്റെ സ്വന്തം കഴിവുകളാൽ അങ്ങനെ ആയിത്തീരുവാനായിട്ട് കഴിയുകയില്ല. കാരണം ദൈവത്തെ പോലെ ആവുക എന്ന് പറയുന്നത് മനുഷ്യനാൽ അസാധ്യമാണ്. ഇനി അങ്ങനെ ആകണമെങ്കിൽ തന്നെ അത് ആര് വിചാരിക്കണം? ദൈവം വിചാരിക്കണം. മനുഷ്യനെ ദൈവത്തെ പോലെയുള്ള കഴിവുകൾ ഉള്ള, അല്ലെങ്കിൽ ദൈവത്തെ പോലെ പാപമേശാത്തവനായി, ദൈവത്തെ പോലെ പൂർണ്ണമായും സ്നേഹിക്കുന്നവനായി, ദൈവത്തെ പോലെ എല്ലാം നന്നായി ചെയ്യുന്നവനായി മനുഷ്യനായി തീരണമെങ്കിൽ അത് ദൈവം തന്നെ വിചാരിക്കണം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ദൈവം വിചാരിച്ച കാര്യമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദൈവം ചരിത്രത്തിൽ തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചതിലൂടെ ആ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ നാമും ആയിത്തീരുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ പോലെ ആകുവാനായിട്ട് ശ്രമിക്കാതെ നാം ഇന്ന് തന്നെ സ്വർഗരാജ്യത്തിന്റെ പൗരന്മാരായിട്ട് തീരണം. ഞാനിപ്പോൾ വായിച്ച വാക്യത്തിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ ഉൾപ്പെട്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ പൗലോസാണ് ഈ ലേഖനം എഴുതിയത്, എഴുത്തുകാരൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഗണത്തിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ ഞാനും കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ അനുരൂപമായി ഞാൻ രൂപാന്തരപ്പെടും എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ പൗരത്വത്തിൽ അല്ല അതായിത്തീരുന്നത്, പിന്നെയോ സ്വർഗത്തിലെ പൗരത്വം നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതെങ്ങനെയാണ് നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നത്? അതിന് യാതൊരു മുതൽ മുടക്കുമില്ല. അതിന് ചെയ്യേണ്ടത് ഇത്രമാത്രം: കർത്താവായ യേശുക്രിസ്തു എന്ന സ്വർഗത്തിലെ പൗരനെ ഹൃദയത്തിൽ അംഗീകരിക്കുക. കർത്താവായ യേശുക്രിസ്തു എന്ന സ്വർഗത്തിലെ പൗരനെ ഹൃദയത്തിൽ ആരംഗീകരിക്കുന്നുവോ അവർക്ക് സ്വർഗത്തിന്റെ പൗരത്വം ദൈവം ദാനമായിട്ട് നൽകുന്നു, ദൈവത്തിന്റെ മക്കളായിട്ട് തീരുന്നു. അവർക്ക് നിശ്ചയമായിട്ടും ഒരു ഉറപ്പുണ്ട്, ഞാൻ ഈ താഴ്ചയുള്ള ശരീരം വിട്ട് ഈ ലോകത്ത് നിന്നും മാറ്റപ്പെടുമ്പോൾ ദൈവത്തെ പോലെ, കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ഉയർച്ചയുള്ള നല്ല അനുരൂപമായി രൂപാന്തരപ്പെട്ട് ഏറ്റവും നല്ല ഒരു ശരീരത്തിന്, ഏറ്റവും നല്ലൊരു മനസ്സിന് ഉടമയായിട്ട് ഞാൻ തീരും എന്നുള്ള ഉറപ്പ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടാകും. ആ ഗണത്തിലേക്ക് താങ്കൾക്കും പ്രവേശിക്കാം, സ്വർഗത്തിന്റെ പൗരനായിട്ട് തീരാം. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.